കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോട് കൂടെ പങ്കാളികളാകുമായിരുന്നില്ലേ എന്ന്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ പദ്ധതികൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സമയത്ത് നൂറ്റാണ്ടുകളെ വേർതിരിച്ചതുപോലെ ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് പിൻപും എന്ന രീതിയിൽ നൂറ്റാണ്ടുകളെ വിഭജിച്ച ക്രിസ്തുവിനെ പോലെ അഗസ്തീനോസിൻ്റെ ജീവിതത്തിലും രണ്ട് ഭാഗങ്ങളുണ്ട്. ക്രിസ്തുവിനെ അറിഞ്ഞതിന് മുൻപും ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷവും ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപും രണ്ട് വശങ്ങൾ. തൻ്റെ പഴയ ജീവിതകാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ മ്ലേച്ഛമായ രീതിയിൽ ജീവിച്ചതിന് ശേഷം ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും മാറി. ഒരു വിശുദ്ധനായി, ഒരു മെത്രാനായി, ഒരു സഭയുടെ വലിയ പണ്ഡിതനായിട്ട് മാറുന്ന വിശുദ്ധ അഗസ്തീനോസിനെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുക. ഇതിൻ്റെ പിന്നിലുള്ള ഈ മാറ്റത്തിന് വലിയ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മകനു വേണ്ടി കണ്ണീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ അവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ തിരുനാളാണ് നമ്മൾ ഇന്നലെ ആഘോഷിച്ച മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഗ്രീക്ക് ഫിലോസഫികൾ അദ്ദേഹത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു, എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ലോകത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കണം. ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം അറിവ് സമ്പാദിക്കുവാനായിട്ട് അദ്ദേഹം അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുകയും ഒത്തിരിയേറെ കാര്യങ്ങൾ തത്വചിന്തകളൊക്കെ പഠിക്കുകയും ഒത്തിരിയേറെ ആർഗ്യുമെൻറ്റ്സൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അതിലൊന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. വീണ്ടും അദ്ദേഹം പരിശ്രമിക്കുക. അദ്ദേഹം വിചാരിച്ചു, കുറച്ച് ലഹരി പദാർത്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ ഒരു വലിയ സന്തോഷം ഉള്ളിൽ അനുഭവിക്കാൻ പറ്റും. അതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ചിന്ത. അങ്ങനെ അതിൻ്റെ പുറകെ നടന്നു. അത് അദ്ദേഹത്തെ കൂടുതൽ അസ്വസ്ഥനാക്കിയതല്ലാതെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. വീണ്ടും അദ്ദേഹം വിചാരിച്ചു, ഇതിനേക്കാളും വലുതാണ് ലൈംഗികമായ സുഖം. അതനുഭവിക്കുവാനായി ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ പോവുകയോ ഒത്തിരിയേറെ പരിസ്ഥിതി ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ഒരു യഥാർത്ഥ സന്തോഷം, നിലനിൽക്കുന്ന സന്തോഷം ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ഇതൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു കാര്യം, ഇതിലൊന്നും നിലനിൽക്കുന്ന സന്തോഷം അനുഭവിക്കാൻ പറ്റിയില്ല. പിന്നീട് ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കർത്താവേ, നിന്നെ അറിയാൻ ഞാൻ വൈകിപ്പോയല്ലോ. ഇത്രമാത്രം സന്തോഷം നൽകുന്ന, എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷം ലഭിക്കുന്ന നിന്നെ അറിയാൻ ഞാൻ വൈകിപ്പോയല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം, കർത്താവേ, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു. ഈ ഒരു വിശുദ്ധൻ്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ് അതായിരുന്നു. ഈ ലോകം നൽകുന്ന സുഖത്തെക്കാളും അധികമായിട്ട് നിലനിൽക്കുന്ന സന്തോഷം നൽകാൻ നമുക്ക് തരാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. യഥാർത്ഥ സന്തോഷമായ ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ
ക്രിസ്തുവിനെ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വലിയ കാര്യമാണ്. ഒത്തിരിയേറെ ആളുകൾ സ്വന്തം സുഖത്തിനു വേണ്ടിയും സന്തോഷത്തിനു വേണ്ടിയൊക്കെ ഓടി നടക്കുകയാണ്. ആർക്കും ക്രിസ്തുവിലേക്ക് നോക്കുവാനോ ക്രിസ്തുവിനെ അറിയുവാനോ അനുഭവിക്കുവാനോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കുവാനോ പലപ്പോഴും സാധിക്കാതെ പോകും. അതുകൊണ്ട് അസ്വസ്ഥതകളുടെ മുകളിൽ നീറി ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരുനാൾ ദിനത്തിൽ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതം നമ്മളോടെല്ലാം പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരവും മനസ്സും ക്രിസ്തുവിനെ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ ഒരു വലിയ കാര്യം സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വായനകൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്: നിങ്ങളിൽ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. നിങ്ങളിൽ അധ്വാനിക്കാത്തവർ ഭക്ഷിക്കാതെ. അതൊരു നിയമമായിട്ട് അവർക്ക് കൊടുക്കുക, കർശനമായ ഒരു നിയമമായിട്ട് കൊടുക്കുക. കാരണം അതിലൂടെ നമ്മൾ അധ്വാനിച്ച് നമ്മളതിന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും സ്വാദുണ്ട്. ആളുകളെ പറ്റിച്ചും അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിച്ചുമൊക്കെ എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്ത് കുറേ കാശുണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അധ്വാനിക്കുന്നവരായി മാറണം ഓരോ ക്രിസ്ത്യാനിയും എന്നുള്ള കാര്യമാണ് ആദിമസഭയിൽ പഠിപ്പിച്ചിരുന്നത്. പൗലോസ്ലീഹായുടെ ആ വചനങ്ങളെല്ലാം ആദിമസഭ ഏറ്റെടുക്കുകയും ഒത്തിരിയേറെ സന്തോഷത്തിൽ നിലനിന്ന ആദിമസഭയെക്കുറിച്ചാണ് വചനത്തിൽ നമ്മൾ ഉടനീളം കാണുക. വീണ്ടും സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച കേട്ട കാര്യം, വളരെ ശക്തമായി നിയമജ്ഞരെയും ഫരിസേരെയും വിമർശിക്കുന്ന ഈശോ. അവരെ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന പറഞ്ഞ പേരിലാണ് ഈശോ അവരെ ശക്തമായിട്ട് വിമർശിക്കുക. ഇന്ന് വെള്ളയുടുപ്പിട്ട ആളുകളെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നൊക്കെ പറയാനൊക്കെ ചിലർക്ക് പ്രത്യേക ഒരു വെമ്പലൊക്കെയാണ്. ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ആ സമയത്ത് ജെറുസലേമിലേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളിലുമൊക്കെ ആളുകൾ ശവസംസ്കാരങ്ങൾ നടത്തിയിരുന്നു. ശവശരീരങ്ങൾ മറവ് ചെയ്തിരുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെയാണ്. അങ്ങനെ ജെറുസലേമിലേക്ക് ആരാധിക്കുവാൻ അതുപോലെ ദേവാലയത്തിലേക്കൊക്കെ പോകുന്നവർ ഈ ഒരു ശവകുടീരത്തിൽ തൊട്ട് അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്ത് വെള്ളം പൂശുമായിരുന്നു. കാരണം അത് എടുത്തു കാണിക്കും. എന്തിനു വേണ്ടിയാണ്? അതിലാരും അങ്ങനെ തൊട്ട് അശുദ്ധമാകാതിരിക്കാനും. അത് ശവകുടീരമാണ്. പുറമേ നോക്കുമ്പോൾ എല്ലാം വെള്ളം അടിച്ച് വെച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും. ആ ഒരു കാരണത്താലാണ് ഈശോ നിയമജ്ഞരോട് പറയുന്നത്, നിങ്ങൾ വെള്ളയടിച്ച് കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ്. കാരണം വെള്ളയടിച്ചത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ ഈശോ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹങ്കാരവും കാപട്യവും അനീതിയുമൊക്കെ നിലനിന്നിരുന്നു. പുറമേ നോക്കുമ്പോൾ ഒത്തിരിയേറെ ദൈവഭക്തിയുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായ കാര്യം, ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ള കാര്യം കപടതയാണ്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ ഏറ്റവും ശക്തമായി വെറുത്തിരുന്ന ഒരു തിന്മയാണ് കപടത എന്നുള്ളത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ പോലെ തന്നെ ഇന്നും നമുക്കൊക്കെ എല്ലാ രീതിയിലുള്ള ഭക്തി പ്രകടനങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഒക്കെ നമുക്കെല്ലാവർക്കുമുണ്ട്. പക്ഷേ ദൈവം എപ്പോഴും നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശോധിക്കുമ്പോൾ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനായ കർത്താവ് അവിടെ നമ്മളിൽ സംപ്രീതനാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കപടതകൾ എടുത്തു മാറ്റി അവിടെ വിശുദ്ധിയോടെ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതിന് വിശുദ്ധ അഗസ്തീനോസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ കപടതകൾ മാറി ക്രിസ്തുവിൻ്റെ ആ ഒരു ചൈതന്യം നിറയുന്നതായിട്ട് അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരുനാൾ ദിവസം സഭാമാതാവ് ഈ വിശുദ്ധനിലൂടെയും ഇന്നത്തെ വായനകളിലൂടെ നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തു ചൈതന്യത്താൽ നിറയുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.